ഇന്ന് നമ്മളുണ്ടല്ലോ നേന്ത്രക്കായും മീനും നല്ല രസമാണ്. ഇതുവരെ ആരും വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കിയോളൂ കേട്ടാ. കുറച്ച് വെച്ചിട്ട് നോക്കിയേ, നമ്മുടെ മീൻ കറിയിൽ വേണ്ട എണ്ണക്കിട്ട തെളിഞ്ഞു വന്നിട്ട്. ഞാൻ സ്മിത. അപ്പം നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ, വായോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ ഏട്ടക്കറി വെക്കണത്. അപ്പം നമുക്കിതാ തീ കത്തിച്ച് ഒരു ചട്ടി തടപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടാ. ഈ ചൂടായിട്ട് നമുക്ക് അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിതാ ഒരു 4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടാ. വെളിച്ചെണ്ണ ഇതാ ചൂടായി വന്നു. അപ്പം നോക്കി ചെറുതാക്കി എരിഞ്ഞ ഇഞ്ചി ഇട്ടാ 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുക്കും. കൂടെ തന്നെ ഇതാ ഒരു 6 വെളുത്തുള്ളി ഇതാ നീളത്തിലരിഞ്ഞത്, 8 പച്ചമുളക് ഇട്ട് നമ്മുടെ വെള്ളച്ചൂലിനാണ്. നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഇഞ്ചി പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നല്ലൊരു മണം വരും കേട്ടോ. ആ സമയത്ത് നോക്കി നമുക്കിതാ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഞാനുണ്ടല്ലോ ഇതാ ഒരു 15 ചോറുണ്ട് കേട്ടോ, നടുമുറിച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ അല്ലുതാ മീനൊക്കെ തിന്നിട്ടായിട്ടൊക്കെ എടുക്കണേ. ഞാൻ ആദ്യം ഇവിടേക്ക് കറി വെക്കാൻ വരുന്നേക്കാൾ പിന്നെ അവൾക്ക് മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉള്ളിയൊക്കെ ഇട്ടിട്ട് നോക്കിയേ, ഉള്ളി ഇതാ ചെറുതായിട്ടൊരു കളറൊക്കെ മാറി ഇതാ നന്നായിട്ട് നമ്മളിതാ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഇതാ 1, 2, ഒരു 1/2 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളിതിൽ കായൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇത്തിരി എരി വേണം. പിന്നെ നമ്മളതിലേക്ക് ഇതാ കാശ്മീരി മുളക് പൊടി അതിതാ ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് പിന്നെ എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ, കളർ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കണേ. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇതാ മല്ലിപ്പൊടി ഇതാ 1 അരയേക്കാൾ കൊണ്ട് കൂടുതലുണ്ട് കേട്ടോ മല്ലിപ്പൊടി. പിന്നെ നമുക്ക് അതിലേക്ക് ഇതാ മഞ്ഞൾപ്പൊടി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കണ്ടാലോ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്കിതെല്ലാം ഒന്ന് ഇറക്കി കൊടുക്കാം. പൊടികളിൽ ആ ഒരു പച്ച കുത്തൊക്കെ ഉണ്ടല്ലോ, അത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ തീ കുറവിൽ തന്നെയായിട്ട് നമ്മളിപ്പോൾ പൊടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കുന്നത്. പൊടിയൊക്കെ ഇട്ടിട്ട് നോക്കിയാൽ കണ്ടോ ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ആ പൊടിയുടെ പച്ച കുത്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നോക്കി നമ്മളുണ്ടല്ലോ 3 കായ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതേപോലത്തെ കണ്ട ഓരോ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ നുറുക്കിയെടുത്തിട്ടുള്ളത്. ഇത്തിരി കനത്തിലാണ്. പിന്നെ അത് മാത്രമല്ല നന്നായി കഴുകി വാരിയെടുത്തിട്ടുള്ള കായാണ് കേട്ടോ. പിന്നെ ഇത് 3 കായ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 1/2 കിലോൻ്റെ അടുത്തേക്ക് ഉണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ഇട്ടോളൂ. കായൊക്കെ ഇട്ടിട്ടാ മസാല വെച്ച് നമുക്ക് നന്നായിട്ടിതാ കായ എനിക്ക് ആവേണ്ട പോലെ ഒന്ന് ആക്കി കൊടുക്കും. നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിരിക്കുക വെള്ളം ഒഴിക്കാം കേട്ടോ. ഏതാണ്ട് കായയുടെ ഒപ്പത്തിനാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ. കായൊക്കെ നന്നായിട്ട് മുങ്ങി കിടക്കാവുന്ന രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ പിന്നെ നമുക്കിത് വേണ്ടി വരാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി ഒപ്പം തന്നെ നമുക്കിതിലുണ്ടല്ലോ കേട്ടോ കുടപ്പുളി നമ്മൾ നോക്കിയാൽ ഒരു 6 ചീന്താണ് എടുത്തിട്ടുള്ളത്. ചെറിയൊരു കുടപ്പുളിയാണ് കേട്ടോ. അപ്പം അധികം പുളി വേണ്ട. അപ്പം ഇതാ അതും പുളിയിലിട്ട് കൊടുക്കാം. നമുക്കുണ്ടല്ലോ മൂടി വെച്ച് തീ കൂട്ടി വെച്ച് വേവിക്കാം കേട്ടോ. നന്നായിട്ട് തിളച്ചൊക്കെ കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് ഇളക്കിക്കും കൊടുത്ത് തീ കുറവിൽ വയ്ക്കാം. കായൊക്കെ ഇട്ടിട്ട് നോക്കിയാൽ ഇതാ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതാ നന്നായിട്ടൊന്ന് വെറുതെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്ത് തീ ഒന്ന് മീഡിയം ലെവലിൽ വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഇതാ കായൊക്കെ വെന്തിട്ടുണ്ടാവട്ടെ. കാണുമ്പോൾ തന്നെ അറിയാം നമുക്കിതാ കായ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ കയ്യിലുകൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തിയാൽ മതി, മുറിഞ്ഞു പോകുന്നു. അപ്പോൾ ഇതേപോലെ കായ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്കുണ്ടല്ലോ
ഏട്ട ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഏട്ട എന്ന് പറയുന്നത് നെയ്യുള്ള ഏട്ടയാണ് കേട്ടോ. എങ്കിൽ മാത്രമാണ് കായ ഇട്ട് വയ്ക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1/2 കിലോയിലാണ് നമ്മുടെ മീൻ കേട്ടോ. അപ്പോൾ ഇതാ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി. എന്താ പറയുക, ചാറൊക്കെ ഒന്ന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നന്നായി തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ മീനെ പിന്നീട് ഒന്ന് പതുക്കെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം ഇങ്ങനെ കയ്യിലുകൊണ്ട് ഇങ്ങനെ താത്തി കൊടുത്താൽ മാത്രം മതി. പിന്നെ നമ്മൾ മീനൊക്കെ ഇടുന്ന സമയത്ത് ഇനിയിപ്പോൾ വെള്ളം കുറവാണ് തോന്നാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചോളൂ കേട്ടോ. ഇതാ വീണ്ടും നമുക്കിത് മൂടി വെച്ച് ഞാൻ തീയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. മീനൊക്കെ ഇട്ട് ഇതാ തിളച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കിത് വീണ്ടും മീൻ പെട്ടെന്ന് വേവുമല്ലോ. ഒന്നും കൂടെ ഒന്ന് നമുക്ക് മൂടി വയ്ക്കാം. തീയൊക്കെ കുറച്ച് വെച്ച് നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ. അപ്പം നോക്കുക കണ്ടോ, നമ്മൾ മീനൊക്കെ വേവാൻ അധികം സമയം വേണ്ടെന്നറിയാം. മീനൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിത് ഒരു കഷ്ണം എടുക്കുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെ അമർത്തുമ്പോൾ കണ്ട പൊട്ടി മുറിഞ്ഞൂട് പോരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ മീനിൻ്റെ വേവ്. പിന്നെ നമുക്കറിയാം ഏട്ടാന്ന് പറയുന്ന മീൻ വെന്തിങ്ങനെ ഉടയ്ക്കുന്ന ഒരു മീനല്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ കായൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഉടഞ്ഞു പോവില്ല. എത്ര എന്തായാലും അതങ്ങനെ വീർത്തോണം കിടക്കും. അപ്പോൾ ഇപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ മീൻ നുറുക്കിയിട്ടുണ്ടായിരുന്നതും. ഇനിയിപ്പോൾ ഞാൻ എന്താ തീ കുറച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ തന്നെ എണ്ണ തളിയുടെ വരെ ഒന്ന് വെക്കാം. നമുക്ക് തീയൊക്കെ കുറച്ച് വെച്ചിട്ട് നോക്കിയേ നമ്മുടെ മീൻ കറിയിൽ വേണ്ട എണ്ണയൊക്കെ ഇതാ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്യാണ് കേട്ടോ. ഇതേപോലെ തെളിഞ്ഞ് വരണം കേട്ടോ. നമ്മുടെ കറി ഇതേപോലെ ആയിട്ടിരിക്കുക കണ്ട. കഷ്ണം കായും നല്ല കുഴമ്പനായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കറി ഇതാ റെഡി ആയിട്ടാ. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷൈഡിന് പിടിച്ചിട്ട് തരാം. നല്ല വെയിലായിട്ടൊന്ന് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പണികൾ കഴിഞ്ഞു വന്നപ്പോൾ കൃത്യം ഉച്ചയ്ക്ക് ഊണയിക്കുന്ന ഒരു ടൈം തന്നെ ആയിട്ടുണ്ട്. പാത്രത്തിലാകെ വെയിലാണ് കറി. രസമുണ്ട്, നല്ല രസമുള്ള കറിയാണ്. പിന്നെ നമ്മൾ ഇതിൽ വേണമെങ്കിൽ നാളികേരം അരച്ച് വേണമെങ്കിൽ കുറച്ച് ചേർക്കാട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഒരു വറുത്തരച്ചിട്ട് ഏട്ടാ അത് നല്ല ടേസ്റ്റ് ഉണ്ട് ചേട്ടാ. അത് ഞാൻ വെച്ചിട്ട് എൻ്റെ ടേസ്റ്റ് നെയ്യുള്ള ഏട്ട പ്രത്യേകം മേടിച്ചോളൂ. എങ്കിലാണ് ഇങ്ങനെ വെക്കുമ്പോൾ രസം ഉണ്ടാവുള്ളൂ. പിന്നെ അത് മാത്രമല്ല മുള്ളുണ്ടാവാനും പാടില്ല ഏട്ടാ. അടിപൊളിയില്ലേ? അത്ര സിമ്പിളായിട്ട് വയ്ക്കാൻ പറ്റുന്ന കറിയാട്ടത്. പെട്ടെന്ന് കഴിയും. ഞങ്ങളെ കൈയോടെ തന്നെ ഇതന്നെ ചോറിന് ഉച്ചയ്ക്കത്തെ പരിപാടി പറയുന്ന വെച്ച് കഴിക്കാനാ. അടുത്ത ദിവസം അടുത്ത വീട്ടിൽ കഴിച്ചിട്ടാ.